ഒടുവിൽ സുദീർഘവും ഉദ്വേഗജനകവുമായ 4 സീസണുകൾക്ക് ശേഷം നമ്മൾ ആ വലിയ രഹസ്യത്തിൻ്റെ ചുരുളഴിയാൻ പോകുന്നത് കാണാൻ ഇനി കേവലം ഒരു സീസൺ മാത്രം. ആരാണ് ആ വെള്ള വസ്ത്രം ധരിച്ച ദുരൂഹനായ കുട്ടി? മഞ്ഞ സ്യൂട്ട് ധരിച്ച ആ മനുഷ്യനുമായി അവനുള്ള യഥാർത്ഥ ബന്ധം എന്താണ്? ഈ സീരീസിൻ്റെ ക്രിയേറ്റേഴ്സ് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ കഥയുടെ അവസാനത്തെക്കുറിച്ചുള്ള എല്ലാ ഉത്തരങ്ങളും ആദ്യ എപ്പിസോഡിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതെ, നമ്മൾ ഇതുവരെ കണ്ട ഈ വലിയ പ്രഹേളികയുടെ ഉത്തരങ്ങൾ മുഴുവൻ കിടക്കുന്നത് ആ 1ാം എപ്പിസോഡിലാണ്. അതിനെക്കുറിച്ചുള്ള ഒരു കൊച്ചു ബ്രേക്ക് ഡൗൺ നമുക്ക് നോക്കാം. ആദ്യ എപ്പിസോഡ് ആരംഭിക്കുന്നത് തന്നെ വളരെ പ്രതീകാത്മകമായ രംഗത്തിലൂടെയാണ്. ഒരച്ഛനും മകനും തമ്മിൽ ഒരു ഗെയിം കളിക്കുന്നു. അവിടെ അച്ഛൻ എപ്പോഴും വിജയിക്കുന്നു. ഈ സീരീസ് മുഴുവൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാകും. മാൻ ഇൻ യെല്ലോ എപ്പോഴും ബോയ് ഇൻ വൈറ്റിന് മേൽ വിജയം നേടുന്നത് പോലെയാണിത്. ആ രംഗത്തിലെ ഡയലോഗ് ഓർമ്മയുണ്ടോ? Yeah, you got me. With my dad, every single game would always end the same. നിങ്ങൾ എന്നെ തോൽപ്പിച്ചു. എൻ്റെ അച്ഛൻ്റെ കൂടെ കളിക്കുമ്പോഴും എല്ലാ കളിയും അവസാനിക്കുന്ന ഒരേ രീതിയിൽ തന്നെയാണ്. ഈ വാക്കുകൾ വെറുമൊരു സംഭാഷണമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു കളിയുടെ സൂചന ആയിരുന്നെങ്കിലോ? നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയ നിരവധി ചെറിയ കാര്യങ്ങൾ ഈ സീരീസിലുണ്ട്. മാൻ ഇൻ യെല്ലോയും ബോയ് ഇൻ വൈറ്റും തമ്മിൽ കളിക്കുന്ന ഈ വലിയ ഗെയിം എന്താണ്? എന്തുകൊണ്ടാണ് ആ കുട്ടി ഈ കളിയുടെ നിയമങ്ങൾക്ക് വിധേയനായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ആ കുട്ടിക്ക് കഥാപാത്രങ്ങളോട് വളരെ കുറച്ച് വാക്കുകൾ മാത്രം സംസാരിക്കാൻ കഴിയുന്നത്? ഇതിൻ്റെ എല്ലാം അനുമാനങ്ങൾ നമുക്ക് നോക്കാം. തുരങ്കങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ ആ ഒരു മന്ത്രത്തകിട് ടാലിസ്മാൻ തിരികെ കൊണ്ടുവരാൻ ഫാത്തിമ എങ്ങനെയാണ് സഹായിക്കുക എന്നതിനെക്കുറിച്ച് വളരെ ശക്തമായ ഒരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. കുട്ടികളെ രക്ഷിക്കാൻ ഈ തകിട് അത്യാവശ്യമാണ്. ഈ സീരീസിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ആവർത്തിക്കപ്പെടുന്ന ഒരു പ്രധാന വിഷയമുണ്ട്: അച്ഛന്മാരും മക്കളും തമ്മിലുള്ള ബന്ധം. കഥാകൃത്തുക്കൾ പറഞ്ഞതുപോലെ അവസാനത്തിലേക്കുള്ള ഉത്തരങ്ങൾ 1ാം സീസൺ 1ാം എപ്പിസോഡിലെ ആദ്യ മിനിറ്റുകളിൽ തന്നെ അവർ നൽകിയിട്ടുണ്ട്. ഫ്രം എന്ന ഈ ഭയാനകമായ ലോകം എന്താണ് സംസാരിക്കുന്നതെന്ന് ആ നിമിഷങ്ങൾ നമുക്ക് കാട്ടിത്തരുന്നു. 40 എപ്പിസോഡുകളിലൂടെ നമ്മൾ നേടിയെടുത്ത എല്ലാ അറിവുകളും ഈ വിശദീകരണത്തിൽ നമ്മൾ കൂടിച്ചേർക്കാൻ പോവുകയാണ്. കാരണം അവസാനത്തെ ഉത്തരങ്ങൾ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നവർ പറഞ്ഞതല്ലേ. ബോയ് ഇൻ വൈറ്റ് മുമ്പ് ക്രിസ്റ്റഫറോട് പറഞ്ഞതും അതുതന്നെയാണ്. നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയ കാര്യങ്ങളുമായി 1ാം എപ്പിസോഡിനെ ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ ഈ സീരീസിൻ്റെ അടിസ്ഥാന ആശയം എന്താണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാകും. അച്ഛന്മാരും മക്കളും തമ്മിലുള്ള ബന്ധം. നമുക്ക് ഓരോ കഥാപാത്രങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം. ബോയിഡും എല്ലിസും. ബോയിഡ് തൻ്റെ മകനായ എല്ലിസിനെ ദൂരെ നിന്ന് നോക്കിക്കാണുന്ന ഒരു രംഗമുണ്ട്. എല്ലിസ് അയാളിൽ നിന്നകന്ന് വളരെ മനോഹരമായ ജീവിതം നയിക്കുകയാണ്. അവർക്കിടയിലുള്ള അച്ഛൻ മകൻ ബന്ധം തകർന്നു പോയിരിക്കുന്നു. ബോയിഡ് മറ്റുള്ളവരെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ സ്വന്തം ഭാര്യ ആബി അയാൾക്ക് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ബലി കഴിക്കേണ്ടി വന്നു. ആ സംഭവമാണ് അവരെ അകറ്റിയത്. ഫ്രാങ്കും കുടുംബവും. 1ാം എപ്പിസോഡിലെ ഫ്രാങ്കിന് ഓർമ്മയില്ലേ? മദ്യപാനം കാരണം സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കാൻ കഴിയാതെ പോയ പൂർണ്ണമായും പരാജയപ്പെട്ട ഒരച്ഛനാണ് ഫ്രാങ്ക്. അതുകൊണ്ടാണ് ബോയിഡ് അവനോട് വളരെ രൂക്ഷമായി പ്രതികരിക്കുന്നത്. പിന്നീട് ഹെൻറിയും വിക്ടറും തമ്മിലുള്ള ബന്ധം നമ്മൾ കാണുന്നു. ഹെൻറി എങ്ങനെയാണ് വിക്ടറിനെ ബലികൊടുക്കാൻ ആഗ്രഹിച്ചത് എന്നതും ഇതിലെല്ലാം മദ്യപാനം എങ്ങനെ ഒരു പ്രധാന ഘടകമായി മാറി എന്നതും ശ്രദ്ധേയമാണ്. സോഫിയ ഹെൻറി കുടുക്കിയതിന് പിന്നിലും ഇതേ മദ്യപാനം തന്നെയായിരുന്നു. കുട്ടികളെ ബലികൊടുത്ത ആ പഴയ ഭാവം ഹെൻറിയെ കൊണ്ട് വീണ്ടും ചെയ്യിപ്പിക്കാനാണ് സോഫിയ ശ്രമിച്ചത്. മഞ്ഞ സൂട്ട് ധരിച്ച മനുഷ്യൻ സാറയോട് ഒരു കുട്ടിയെ കൊല്ലാൻ ആവശ്യപ്പെടുന്നതിൻ്റെ കാരണവും ഇതുതന്നെയാണ്. ആ പഴയ ഭാവം വീണ്ടും ആവർത്തിക്കപ്പെടണം, വീണ്ടും ഒരു കുട്ടി കൊല്ലപ്പെടണം എന്താണത്. 1ാം എപ്പിസോഡിൽ തന്നെ നമ്മൾ ജിമ്മിനെയും താബിത്തെയും കാണുന്നുണ്ട്. അവർക്കും മാതാപിതാക്കൾ എന്ന നിലയിൽ പരാജയങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. തോമസ് എന്ന അവരുടെ കുഞ്ഞിൻ്റെ മരണശേഷം അവർ ഡിവോഴ്സ് ആവാൻ തീരുമാനിച്ചതുമാണ്. മിസ്റ്റർ ലീയും കെന്നിയും തമ്മിലുള്ള ബന്ധവും സമാനമാണ്. അച്ഛൻ്റെ അസുഖം കാരണമാണ് കെന്നി വിചിത്രമായ ഗ്രാമത്തിൽ കുടുങ്ങിപ്പോകുന്നത്. സ്വന്തം അച്ഛനെ തിരികെ വീട്ടിലേക്ക് എത്തിക്കാൻ അമ്മയോടൊപ്പം യാത്ര തിരിച്ച കെന്നി അവസാനം ഇവിടെ പെട്ടുപോവുകയായിരുന്നു. ഇതെല്ലാം വീണ്ടും വിരൽ ചൂണ്ടുന്നത് ആദ്യത്തെ കളിയിലേക്കാണ്, ഒരച്ഛനും മകനും തമ്മിലുള്ള ഗെയിം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മഞ്ഞ സൂട്ട് ധരിച്ച മനുഷ്യൻ എപ്പോഴും ആ വെള്ള വസ്ത്രം ധരിച്ച കുട്ടിയെ പരാജയപ്പെടുത്തുന്നു. ഇത് കാണുമ്പോൾ ഒരച്ഛൻ തൻ്റെ സ്വന്തം മകനുമായി കളിക്കുന്ന പോലെയാണ് തോന്നുന്നത്. ഈ സീരീസ് മുഴുവനായും അച്ഛൻ മകൻ ബന്ധങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെങ്കിൽ എന്തുകൊണ്ട് ഇവർ രണ്ടുപേരും ഒരച്ഛനും മകനുമായിക്കൂടാ? മാൻ ഇൻ യെല്ലോ തിന്മയുടെയും ക്രൂരതയുടെയും പ്രതീകം, സ്വന്തം മകനെപ്പോലും ബലികൊടുക്കാൻ തയ്യാറായവൻ. ബോയ് ഇൻ വൈറ്റ് നന്മയുടെയും നിഷ്കളങ്കതയുടെയും പ്രതീകം. ഇവിടെയാണ് മതപരമായൊരു വലിയ അർത്ഥം കടന്നു വരുന്നത്. സ്വന്തം മകനെ ബലികൊടുക്കുന്നതിനെക്കുറിച്ചും അബ്രഹാമിൻ്റെ കഥയെക്കുറിച്ചും അല്ലെങ്കിൽ ഇബ്രാഹിം നബിയുടെ കഥയെക്കുറിച്ചും ബലിയർപ്പണം എന്ന വലിയ പരീക്ഷണത്തെക്കുറിച്ചും ഈ അച്ഛൻ സംസാരിക്കുന്നുണ്ട്. മുന്നേ നമ്മൾ കണ്ടതാണ് സോഫിയുടെ രൂപത്തിൽ. അവൻ മതത്തെ തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കുകയും വളച്ചൊടിക്കുകയും ചെയ്യുന്നു. കാരണം അവൻ ആദ്യത്തെ ഗ്രാമവാസികളെ വിശ്വസിപ്പിച്ചത് കുട്ടികളെ ബലികൊടുക്കുന്നത് വളരെ പവിത്രമായൊരു കാര്യമാണെന്നും അത് അത്യാവശ്യമാണെന്നുമാണ്. ഇതിനായി അവൻ ഇബ്രാഹിം നബിയുടെ അബ്രഹാമിൻ്റെ കഥയെ സമർത്ഥമായി പ്രയോഗിച്ചു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അവൻ ആ കഥയുടെ യഥാർത്ഥ അർത്ഥത്തെ പൂർണ്ണമായും വളച്ചൊടിച്ചു. കാരണം യഥാർത്ഥ മതഗ്രന്ഥങ്ങളിൽ സ്വന്തം മകനായ ഇസഹാക്കിനെ അല്ലെങ്കിൽ ഇസ്മായിലിനെ ബലിയൊഴിക്കുന്നതിൽ നിന്ന് ദൈവം ഇബ്രാഹിമിനെ വിലക്കുകയാണ് ചെയ്തത്. അതൊരു ബലിതർപ്പണമായിരുന്നില്ല,
മറിച്ച് ഒരച്ഛൻ്റെ വിശ്വാസവും അനുസരണയും പരിശോധിക്കാനുള്ള ദൈവത്തിൻ്റെ ഒരു പരീക്ഷണം മാത്രമായിരുന്നു. കൃത്യമായി ഇതുതന്നെയാണ് സോഫി സാറയെക്കുറിച്ച് പറയുന്നത്. സാറയ്ക്ക് തന്നെ അനുസരിക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ചുള്ളൊരു പരീക്ഷണമായിരുന്നു അത്. അതിനാൽ ഫ്രം എന്ന ഈ ലോകത്തിലെ പോരാട്ടം കേവലം നന്മയും തിന്മയും തമ്മിലുള്ള ഒരു യുദ്ധമല്ല, മറിച്ച് ദൈവം നിരസിച്ച ആ യഥാർത്ഥ ബലിയർപ്പണവും അനശ്വരതയ്ക്ക് പകരമായി തിന്മ ആവശ്യപ്പെടുന്ന മൃഗീയമായ ബലിയർപ്പണവും തമ്മിലുള്ള പോരാട്ടമാണിത്. അതുകൊണ്ടാണ് ഈ ശാപം അവസാനിപ്പിക്കുക എന്നത് ആദ്യത്തെ ഗ്രാമവാസികൾ ചെയ്തതിന് നേരെ വിപരീതമായ കാര്യങ്ങൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അതായത് കുട്ടികളെ ബലിയെടുക്കുന്നതിന് പകരം അവരെ രക്ഷിക്കുക. ദൈവം എങ്ങനെയാണോ ഇസ്മായിലിനെ ബലിയർപ്പണത്തിൽ നിന്ന് രക്ഷിച്ചത്, അതുപോലെ തന്നെ ഈ കുട്ടികളെയും രക്ഷിക്കണം. മാൻ ഇൻ ദ യെല്ലോ സ്യൂട്ടിലേക്ക് തിരികെ വരാം. അവൻ വെറുതെ തൻ്റെ ശക്തിയെ മാത്രം ആശ്രയിക്കുന്ന ആളല്ല, മറിച്ച് ആളുകളെ സ്വാധീനിക്കാനും അവരെ കൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുപ്പിക്കാനും അവരുടെ ദൗർബല്യങ്ങളെ മുതലെടുക്കാനും അവന് നന്നായി അറിയാം. സുഹൃത്തുക്കളെ, അവൻ്റെ ലക്ഷ്യം എന്താണെന്നറിയോ? മനുഷ്യർ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവരുടെ വിധി തിരഞ്ഞെടുക്കണം എന്നാണ് അവൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് അവരുടെ ചിന്താഗതിയെ സ്വാധീനിക്കാൻ അവൻ ഇബ്രാഹിം നബിയുടെ കഥ അവരോട് പറഞ്ഞത്. ആദ്യത്തെ ഗ്രാമവാസികളുമായി ഒരു കരാർ ഉണ്ടാക്കിയത് അവൻ തന്നെയാണ്. എന്നാൽ അവൻ നേരിട്ട് ആ കുട്ടികളെ കൊന്നില്ല. പകരം ആ ക്രൂരകൃത്യം സ്വന്തം കൈകൾ കൊണ്ട് ചെയ്യാൻ അവൻ അവരെ മാനസികമായും തന്ത്രപരമായും പ്രേരിപ്പിച്ചു. നമ്മളിതുവരെ കണ്ട കാര്യങ്ങളുമായി ഇത് കൃത്യമായി യോജിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ്റെ വാക്കുകൾ എപ്പോഴും സത്യക്കലർന്ന നുണകളായിരിക്കും. ഒന്നുമില്ലായ്മയിൽ നിന്ന് നുണകളുണ്ടാക്കുന്ന ഒരാളല്ല അവൻ. പകരം അവനൊരു സത്യം എടുക്കുകയും അവൻ ആവശ്യമുള്ള ഫലത്തിലേക്ക് നയിക്കുന്ന നുണകൾ ആ സത്യത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. സീസൺ 4 ഉടനീളം നമ്മൾ കണ്ടതും ഇതാണ്. 4ാം സീസണെ ഒറ്റവാചകത്തിൽ ചുരുക്കി പറയുകയാണെങ്കിൽ അത് ഇതായിരിക്കും: നീ എന്താണോ ഭയപ്പെടുന്നത് അതിലേക്ക് നീ മാറുന്നു, നീ എന്തായി മാറിയോ അതിനെ നീ ഭയക്കുന്നു. ട്രെയിലർ നമ്മളോട് പറഞ്ഞതുപോലെ തന്നെയാണ് 4ാം സീസൺ അവസാനിച്ചത്, അല്ലേ? ടൗണിലുണ്ടായ തുടർച്ചയായ ആഘാതങ്ങൾ ബോയിഡിനെ വല്ലാതെ മാറ്റിമറിച്ചിരിക്കുന്നു. അയാളിപ്പോൾ പഴയ ആ ഒരു ബോയിഡല്ല. എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും കുറഞ്ഞ വിഭവങ്ങൾ വെച്ച് ഏത് വലിയ പദ്ധതിയും വിജയിപ്പിക്കുകയും ചെയ്യുന്ന ആ ഒരു മനുഷ്യനല്ല ഇപ്പോൾ. ഒരു മരം വേരോടെ പിഴുതു മാറ്റിയ മുമ്പ് ഡോൺ അയാൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടും ജെയ്ഡ് അയാളെ കബളിപ്പിച്ചു. അസ്ഥികൾക്കൊരു ഗുണവുമില്ല. മാത്രമല്ല, മരങ്ങൾ പിഴുതു മാറ്റുമ്പോൾ ആ മന്ത്രത്തകിടുകൾ ഒരു ഗുണവും ചെയ്യില്ല. അതൊരു ജനൽ തുറന്നിടുന്നതിന് തുല്യമാണ്. ഇതൊന്നും നമ്മൾ പഴയ കാലത്ത് കണ്ടിരുന്ന ബോയിഡിന് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളായിരുന്നു. പക്ഷേ ഈ ടൗൺ അയാളെ മാറ്റിമറിച്ചു. അതുകൊണ്ടാണ് ആബിയുടെ ശവക്കുഴിക്ക് മുന്നിൽ നിന്ന് അയാൾ പറഞ്ഞത്, ഞാൻ മാറിപ്പോയി, ഇപ്പോൾ ഞാൻ എന്തായി മാറിയോ ആ വ്യക്തി എനിക്ക് തന്നെ ഇഷ്ടമല്ല എന്ന്. മോൺസ്റ്റേഴ്സ് മരിച്ചേക്കാം എന്ന വിശ്വാസം അയാളിലുണ്ടായി. അയാളത് വിശ്വസിച്ചു. എന്നാൽ സ്മൈലി തിരികെ വന്നു. ഇത്തരം കലവർ നേടിയ ഒരേയൊരു വിജയം വെറും ഒരു വ്യാജ വിജയമായിരുന്നുവെന്നും അതവർക്ക് വെറുതെ ഒരു തെറ്റായ പ്രതീക്ഷ നൽകുക മാത്രമാണ് ചെയ്യുന്നതെന്നും അവർ തിരിച്ചറിഞ്ഞു. ഓർമ്മയില്ലേ ബോയിഡ് പറഞ്ഞത്, നമ്മൾ ഒരു തവണ വിജയിച്ചു കന്നി, ഒരേ ഒരു തവണ. കളിയിലെ രണ്ടാമത്തെ ഒരു ആഘാതമായിരുന്നു അത്. വിക്ടറിൻ്റെയും ബോയിൻ വൈറ്റിൻ്റെയും മുന്നറിയിപ്പുകൾ അയാൾ അവഗണിച്ചു. ഈ കളിക്ക് ചില നിയമങ്ങളുണ്ട്, അത് ലംഘിച്ചാൽ അനന്തരഫലങ്ങൾ വളരെ ഭയാനകമായിരിക്കും. ട്രെയിലർ പറഞ്ഞ ആ ഒരു വാക്കുകൾ ഫാത്തിമയുടെ വിധിയെ കൃത്യമായി വരച്ചു കാട്ടുന്നുണ്ട്. നീ ഭയക്കുന്നതിനെ ഭയപ്പെടുക, നീ എന്തായി മാറിയോ അതിനെ ഭയപ്പെടുക. കാരണം ഫാത്തിമ ആ രാക്ഷസന്മാരെ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾ എന്തിനാണോ ഭയപ്പെട്ടിരുന്നത്, ഇപ്പോൾ അതായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവൾ എല്ലീസിനോട് പറയുന്നത്, ഞാൻ ആരായിരുന്നു എന്ന് ഓർക്കുക, പഴയ ഫാത്തിമയെ ഓർക്കുക എന്ന്. അവസാന രംഗങ്ങൾ നമ്മൾ കണ്ടത് ബോട്ടിൽ ട്രീ പിഴുതു മാറ്റിയതോടെ തങ്ങൾ ഇനി വിജയിക്കുമെന്ന് സോഫി ഉറച്ചു വിശ്വസിക്കുന്നതാണ്. ടൗണിലെ ആചാരങ്ങൾ നിലനിന്നിരുന്ന ആ പ്രധാന സാധനം ഇപ്പോൾ അവരുടെ സംഘത്തിൻ്റെ കൈവശമാണ്. എങ്കിലും മരം പിഴുതു മാറ്റിയെന്ന് അറിഞ്ഞിട്ടും ബോയിൻ വൈറ്റ് ഈ തവണ വിജയിക്കുമെന്ന കാര്യത്തിൽ വളരെ പ്രതീക്ഷയിലാണ്. ഇത് കാണിക്കുന്നത് വിജയത്തിനുള്ള പ്രതീക്ഷ ഇനിയും അവസാനിച്ചിട്ടില്ല എന്നാണ്. ആ മരം എന്നത് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകാനുള്ള വെറും വാഹനം മാത്രമായിരുന്നു. തബീത്ത് ലൈറ്റ് ഹൗസിലേക്ക് പോയപ്പോൾ നമ്മളത് കണ്ടതാണ്. സീസൺ 4ൻ്റെ 10ാമത്തെയും അവസാനത്തെയും എപ്പിസോഡിൽ നമ്മൾ ഇത് കണ്ടു. പകലും രാത്രിയും സാധാരണഗതിയിൽ കടന്നു പോകാൻ സഹായിക്കുന്ന ഗ്രാമത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ഒന്നായിരുന്നു ആ മരം. അതുകൊണ്ടാണ് സോഫിയ തകിടുകൾ എടുത്തത്. കാരണം മരം പിഴുതു മാറ്റിയതോടെ എപ്പോൾ വേണമെങ്കിലും രാത്രിയാകാൻ സാധ്യതയുണ്ടെന്നും തകിടുകളില്ലാതെ ഗ്രാമവാസികൾക്ക് അതിജീവിക്കാൻ കഴിയില്ലെന്നും കുട്ടികളെ രക്ഷിക്കുന്ന ആ സ്ഥലത്തേക്ക് അവർക്ക് ഒരിക്കലും എത്തിച്ചേരാൻ കഴിയില്ലെന്നും അവൾ കരുതുന്നുണ്ടായിരിക്കാം. കുട്ടികളെ അസ്ഥികൾ പുറത്തെടുത്തത് കൊണ്ട് മാത്രം കാര്യമില്ല എന്ന് സോഫിയുടെയും ചെക്കൻ്റെയും വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. കുട്ടികളെ സ്വതന്ത്രരാക്കാൻ ആ അസ്ഥികൾ വെച്ച് എന്തെങ്കിലും ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. ഇവിടെയാണ് ആ ഒരു തിയറി കൂടുതൽ ശക്തമാകുന്നത്. ആ കുട്ടികളുടെ അസ്ഥികൾ ലേക്ക് ഓഫ് ടീയേഴ്സിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന ആ നിഗമനം ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഗ്രാമവാസികൾക്ക് അസ്ഥികൾ വെച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് സോഫി ഇപ്പോൾ വിശ്വസിക്കുന്നത്. കാരണം അവൾ ടാലിസ്മാൻസ് എടുത്തുകൊണ്ടുപോയി അവരെ പൂർണ്ണമായി അരക്ഷിതാവസ്ഥയിലാക്കി. പക്ഷേ ക്ലിനിക്കിലുണ്ടായിരുന്ന തകിടുകൾ ഇപ്പോഴും എല്ലാവർക്കും ലഭ്യമാണെന്ന് തോന്നുന്നു. കാരണം മിക്കവാറും സോഫിയോ ക്ലാരയോ അതെടുത്തിട്ടുണ്ടാകില്ല. കോളനി ഹൗസിലെ ആ താഴത്തെ സ്റ്റോർ റൂമിൻ്റെ വാതിലുണ്ടായിരുന്ന തകിട് ചിലപ്പോൾ ക്ലാര എടുത്തിട്ടുണ്ടാകാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, എല്ലാവർക്കും രക്ഷപ്പെടാൻ ആവശ്യമായത്ര തകിടുകൾ ഇപ്പോൾ അവിടെ ഇല്ല. ക്ലിനിക്കിലൊരു തകിടും തുരങ്കങ്ങളിലൊരു തകിടും മാത്രമാണ് ബാക്കിയുള്ളതെന്ന് നമുക്ക് വെറുതെ ഒന്ന് സങ്കല്പിക്കാം. അതിൽ ആദ്യത്തെ തകിട് അവർക്ക് ഒഴിവാക്കാൻ കഴിയില്ല. കാരണം കോളനി ഹൗസിൽ ഒത്തുകൂടുന്ന ഗ്രാമവാസികളുടെ ഒരേ ഒരു സംരക്ഷണം അതായിരിക്കും.
ഒരു ചിത്രത്തിൽ അവർ സൂചിപ്പിച്ചതുപോലെ എല്ലാ കഥാപാത്രങ്ങളും ഒരേ മേൽക്കുതിക്ക് കീഴിൽ വന്നാൽ മാത്രമേ നമ്മൾ കോളനി ഹൗസിന് ചുറ്റും ഇത്രയധികം മോൺസ്റ്റേഴ്സിനെ കാണാറുള്ളൂ. കാരണം മിക്കവാറും എല്ലാവരും ഇനി കോളനി ഹൗസിലായിരിക്കും അഭയം പ്രാപിക്കുക. ഇനി നമുക്ക് അസ്ഥികളുടെ കാര്യത്തിലേക്ക് മടങ്ങി വരാം. അവരിത് വെച്ച് എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത്? 5ാം എപ്പിസോഡിൻ്റെ പ്രൊമോ ബ്രേക്ക് ഡൗണിൽ പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടോ? കുട്ടികളുടെ അസ്ഥികൾ ലേക്ക് ഔട്ട് ഹീൽസിൽ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഭയപ്പെടുത്തുന്ന ആ കാടിന് നടുവിലൂടെ ഒരു മാന്ത്രിക തകിടില്ലാതെ നിങ്ങൾക്കൊരിക്കലും അവിടെ പോയി പിടിച്ചെടുക്കാൻ കഴിയില്ല. അവിടെ അവർക്കൊരു അധിക തകിട് ആവശ്യമായി വരും. ഇവിടെയാണ് ഫാത്തിമയുടെ റോൾ വരുന്നത്. മിറാണ്ട വരച്ച ചിത്രങ്ങളിൽ നമ്മളത് കൃത്യമായി കണ്ടതാണ്. ഒരു രാക്ഷസൻ ഒരു മാന്ത്രിക തകിട് പിടിച്ചെടുക്കുന്ന ചിത്രമാണത്. ആ കൈകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ അത് രാക്ഷസൻ്റെ കൈകളാണെന്ന് മനസ്സിലാവും. ആ മോൺസ്റ്റർ പിടിച്ചിരിക്കുന്ന തകിട് ജെയ്ഡും തബീത്തയും അസ്ഥികളെടുക്കാൻ തുരങ്കത്തിൽ പോയപ്പോൾ അവിടെ ബാക്കി അതേ തകിടാണെങ്കിലോ? പലർക്കുമുള്ള സംശയമാണ് ഇതുവരെ നടക്കാത്ത കാര്യങ്ങളും മിറാണ്ട ഇതുവരെ കാണാത്ത കാര്യങ്ങളും അവൾ എങ്ങനെയാണ് വരച്ചതെന്ന്. ഇതിനുള്ള ഉത്തരവും നമ്മൾ ആ ചിത്രങ്ങൾ കണ്ട അതേ രംഗത്തിൽ തന്നെ ഉണ്ട്. പക്ഷെ നമ്മളത് മറന്നു പോവുകയാണ്. സീസൺ 3 എപ്പിസോഡ് 2 ഹെൻറി പറയുന്നുണ്ട്, മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് ശേഷം മിറാണ്ടയ്ക്ക് പല ശബ്ദങ്ങളും കേൾക്കാനും പല രൂപങ്ങളും കാണാനും തുടങ്ങിയെന്ന്. അതുകൊണ്ടാണ് താൻ കണ്ട കാര്യങ്ങളെല്ലാം അവൾ വരച്ചു വെച്ചത്. ആ ശബ്ദം മിക്കവാറും ബോയിൻ വൈറ്റിൻ്റെതായിരിക്കാം. ശരിയായ വഴി കാണിച്ചു കൊടുക്കുന്ന മാർഗദർശിയുടെ ശബ്ദം. ഇപ്പോൾ ഫാത്തിമ അവരെ സഹായിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഫാത്തിമ വെറുമൊരു സാധാരണ മോൺസ്റ്റർ അല്ല. അവളെ പഴയ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടവളല്ല. സ്വന്തം കുഞ്ഞിനെ അവൾ ബലി കൊടുത്തിട്ടുമില്ല. അതുകൊണ്ട് ഫാത്തിമ മറ്റുള്ളവരിൽ നിന്ന് തികച്ചും വ്യത്യസ്തയായ ഒരു മോൺസ്റ്റർ ആയിരിക്കും. അവളെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ എല്ലിസിന് വലിയൊരു പങ്ക് വഹിക്കാനാകും. അതുകൊണ്ടായിരിക്കാം ഞാൻ ആരായിരുന്നു എന്ന് ഓർക്കുക എന്ന് അവൾ അവനോട് പറഞ്ഞത്. അതുപോലെ സ്മൈലിക്കും ഫാത്തിമയെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടാകും. കാരണം സ്മൈലി ഫാത്തിമയുടെ മകനെ പോലെയാണ്, അല്ലെങ്കിൽ മകനാണ്. അതുകൊണ്ടാണ് 10ാമത്തെ എപ്പിസോഡിൽ അവനെ തടയാൻ അവൾക്ക് കഴിഞ്ഞത്. സ്മൈലി മരിയലിനെ കൊന്നതുകൊണ്ട് മാത്രം തൃപ്തനായില്ല. മറ്റു രാക്ഷസന്മാർ ചെയ്യുന്ന പോലെ അവളുടെ ശരീരം വികൃതമാക്കാനും അവൻ ആഗ്രഹിച്ചു. എന്നാൽ ഫാത്തിമയുടെ വിട്ട് മോൺസ്റ്റേഴ്സിൻ്റെ അതേ ശൈലിയിൽ അവന് നേരെ അലറുകയായിരുന്നു. നമ്മൾ വീണ്ടും അച്ഛന്മാരുടെയും മക്കളുടെയും വിഷയത്തിലേക്ക് തിരികെ വന്നാൽ, ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടിയ ഒരച്ഛൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു അച്ഛനിലാണ് 1ാം എപ്പിസോഡ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അതായത് ഫ്രാങ്കും ബോയ്ഡും. ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ പഴയ അച്ഛന്മാർ, അതായത് ആദ്യത്തെ ഗ്രാമവാസികൾ ചെയ്ത തെറ്റുകൾ തിരുത്താനും വൃത്തിയാക്കാനും ശ്രമിക്കുന്ന പുതിയ അച്ഛന്മാരെയും അമ്മമാരെയുമാണ്, ജെയ്ഡും തബീത്തയും. നമ്മൾ സീസൺ ഫിനാലിൽ പറഞ്ഞ പോലെ ഇതൊരു ഗെയിമാണ്. മാനിനിയല്ലോ കളിക്കുന്ന ഒരു ഗെയിം. വളരെ പണ്ടേ തുടങ്ങിയൊരു കളി. ഇപ്പോൾ ഇത് അവർ തമ്മിലുള്ള വലിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. മാനിനിയല്ലോ സൂട്ട് ഓരോ തവണ വിജയിക്കുമ്പോഴും കളി വീണ്ടും 0ത്തിൽ നിന്ന് ആരംഭിക്കുന്നു. എല്ലാം വീണ്ടും ആവർത്തിക്കുന്നു. അവർ തമ്മിലുള്ള വെല്ലുവിളി ഇതായിരിക്കാം. ബോയിൻ വൈറ്റ് ഒരു തവണയെങ്കിലും വിജയിച്ചാൽ അതോടെ എല്ലാം അവസാനിക്കും. മാനിനിയല്ലോ ആ കുട്ടിയെ വെല്ലുവിളിക്കുന്ന പോലെയാണ് ചില സന്ദർഭങ്ങളൊക്കെ തോന്നുന്നത്. ഈ കളിയിൽ നീ എന്നെ ഒരിക്കലെങ്കിലും തോൽപ്പിക്കുക, അപ്പോൾ നിനക്ക് വിജയിക്കാം. എന്നാൽ നീ തോറ്റാൽ നമ്മൾ ഈ കളി വീണ്ടും വീണ്ടും കളിച്ചുകൊണ്ടേയിരിക്കും. എന്നാലും ഏതൊരു കളിക്കും ഒരിക്കലും തെറ്റിക്കാൻ പാടില്ലാത്ത ചില നിയമങ്ങളുണ്ടാകും. ക്യാരക്ടേഴ്സിനോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയരുത് എന്നത് വെള്ള വസ്ത്രം ധരിച്ച കുട്ടി പാലിക്കേണ്ട ഒരു നിയമമായിരിക്കാം. മാനിനിയല്ലോയ്ക്ക് എങ്ങനെയാണോ ചില നിയമങ്ങളുള്ളത്, അതുപോലെ തന്നെ ഈ കുട്ടിക്കും പാലിക്കേണ്ട ചില നിബന്ധനകളും ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഈ ചെക്കൻ തബീത്തയോട് പറയുന്നത്. അതുപോലെ തന്നെ സോഫിയാണ് ആ മാനിനിയല്ലോ എന്നവൻ മറ്റുള്ളവരോട് പറയുന്നതും ഇതുകൊണ്ടായിരിക്കാം. കാരണം ഇതൊരു ഗെയിമല്ലേ, അതിന് അതിൻ്റേതായ നിയമങ്ങളുണ്ട്. ബോയ്ഡ് പറഞ്ഞ പ്രശസ്തമായ ഡയലോഗ് നമ്മൾ ഓർക്കണം. But in here, whatever game this is, we are losing. We still don't know the goddamn rules. ഇവിടെ അതെന്തായാലും ശരി, നമ്മൾ തോറ്റുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ നിയമങ്ങൾ എന്താണെന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതെ, ആ നിയമങ്ങൾ എന്താണെന്ന് അറിയാതെയാണ് അവർ കളിക്കുന്നത്. ഒടുവിൽ ആ ഒരു പഴയ ഡയലോഗ് വീണ്ടും ഓർമ്മ വരുന്നു. Checkmate. Yeah, you got me. My dad, every single game would always end the same way. We've played this game so many times. You're gonna lose this time. I guess we'll see. I'll see you soon. തീർച്ചയായും 5ാം സീസണിൽ ഈ വലിയ കളിയുടെ അന്തിമ ഫലം നമുക്ക് കാണാൻ സാധിക്കും. ഇരുട്ടിൻ്റെയും വെളിച്ചത്തിൻ്റെയും മരണത്തിൻ്റെയും ജീവൻ്റെയും എല്ലാം കളികൾ ഒരു ത്യാഗത്തിൻ്റെ മുകളിൽ നിന്ന് കളിക്കുമ്പോൾ ആര് വിജയിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഗെയിമിൻ്റെ റൂൾസ് നമ്മൾ പഠിച്ചെടുക്കുന്നേ ഉള്ളൂ. കളി ഇനിയും അവസാനിച്ചിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഉത്തരങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ വെച്ചിട്ട് നമ്മളൊന്ന് ചർച്ച ചെയ്ത ഒരു പോയിന്റ് മാത്രമാണിത്. ഇനിയും പല പോയിന്റ്സും ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ അത് വെച്ചുള്ള മറ്റൊരു ബ്രേക്ക് ഡൗണുമായി നമുക്ക് വീണ്ടും വൈകാതെ കാണാം. അപ്പോൾ സീ യു ലവ്ലീസ്, ടേക്ക് കെയർ.